സോ ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓണമൊക്കെ? അടിപൊളിയായിരുന്നു. എൻ്റെ ഓണം കുറച്ച് അധികം ശോകമായിരുന്നു. കാരണം ഫുഡ് പോയ്സണൊക്കെ ആയിട്ട് ഓണം അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് സെറ്റായി വരുന്നത്. സോ എൻ്റെ ഊഹം ശരിയാണെന്നെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണിത്. സോ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ റീസെൻ്റ് ആയിട്ട് രണ്ട് ചെരുപ്പ് മേടിച്ചിരുന്നു മിന്ത്രയിൽ നിന്ന്. അപ്പോൾ ഈ രണ്ടിൻ്റെ കണക്കൊക്കെ ഞാൻ ആ ഒരു കഥയൊക്കെ ഞാൻ പറഞ്ഞു തരാം. സോ അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. സോ സമയം കളയാതെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഞാൻ രണ്ട് ചെരുപ്പ് മേടിച്ചതിൻ്റെ കഥ പറയാം. സോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഞാൻ റീസെൻ്റ് ആയിട്ട് ഹൈദരാബാദിൽ ഒരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ദിവസം എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ എപ്പോഴും ചെരുപ്പ് മേടിച്ചാലും മേടിക്കുന്ന ഒരു മോഡലാണ് ഈ പോയിൻറ്റഡ് ടോ ആയിട്ടുള്ള ഓപ്പൺ ഷൂസൊക്കെ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ന്യൂഡ് ഷെയ്ഡ്സിലൊക്കെ വരുന്നത് അത് ഭയങ്കര രസമാണ് ഇടുമ്പം ഭയങ്കര അടിപൊളിയൊക്കെയാണ്. അപ്പം അതിൻ്റെ പുറത്ത് ഇങ്ങനെ ബോയും ബീഡ്സും ഒക്കെ ആയിട്ടുള്ള പല മോഡൽസൊക്കെ വരണം. അപ്പം ഞാനിങ്ങനെ മാറി മാറി അത് മേടിക്കും. ഒരെണ്ണം ചീത്തയാവുന്ന സമയത്ത് അതേപോലത്തെ മോഡൽ തന്നെ ആയിരിക്കും വേറെ മേടിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം ഒരെണ്ണത്തിൽ എന്തോ ഒരു അപാകത പോലെ എനിക്ക് തോന്നി. നോക്കിയപ്പോൾ ഒന്നിൽ അത് ഒരു ബോ ഉള്ള ടൈപ്പ് ചെരുപ്പായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോഴത്തേക്കും ആ ബോ കാണുന്നില്ല. അപ്പം ഞാൻ അവിടെ ചുറ്റിനും നോക്കി, അപ്പം ഇല്ല. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ പോയ ഏതോ ഒരു സ്ഥലത്തു നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നാട്ടിൽ പോയിട്ട് മേടിക്കുക. അതായത് ഇത് ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്തിട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്നത് നോട്ടീസൊക്കെ ചെയ്യും. അപ്പോൾ അത് ഒരുമാതിരിയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ ചെന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടിലെത്തിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചെരുപ്പൊക്കെ മേടിക്കുന്നത് മിന്ത്രയിൽ നിന്നാണ്. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട് മിന്ത്രയിൽ നിന്ന് ചെരുപ്പ് മേടിക്കുന്നത്. വേറെ ഒരു സൈറ്റിൽ നിന്ന് ഞാനങ്ങനെ മേടിക്കില്ല. പക്ഷെ നല്ല കളക്ഷൻസും ആണ് മിന്ത്രയിൽ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ഷൂ ടൈപ്പ് മോഡലാണ് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഡിഫറൻ്റായിട്ട് ചിന്തിച്ചുകൂടിയെന്ന് ഓർത്തപ്പോഴാണ്. പിന്നെ എനിക്ക് വേറൊരു സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഈ ഓപ്പൺ ഷൂ ഇട്ടാലും ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഇടും. ഈ 3-ാമത്തെ ദിവസം തൊട്ട് എൻ്റെ എവിടെയെങ്കിലും ധൃതിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ചെരുപ്പിനെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ സോള് ഈ ചെരുപ്പിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. അതായത് ചപ്പിച്ച് വെച്ചിട്ടായിരിക്കും ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കുറേ ഓപ്പൺ ഷൂ കേടായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പക്ഷേ എന്തായാലും ശരി, ഞാൻ ഇപ്രാവശ്യം ഓപ്പൺ ഷൂ മേടിക്കില്ല എന്ന് പറഞ്ഞ് ഇരുന്ന ഞാനാണ് പെട്ടെന്ന് മിന്ത്ര തുറന്നതും എൻ്റെ കണ്ണുടക്കിയതും ഒരു ഓപ്പൺ ഷൂവിൽ തന്നെയായിരുന്നു. അപ്പം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇനിയിപ്പം ഓപ്പൺ ഷൂ വേണോ വേണ്ടയോ. പക്ഷെ എനിക്കത് വിടാനും വയ്യ. നല്ലൊരു ന്യൂഡ് ഷെയ്ഡായിരുന്നു അത്. അപ്പം ഞാൻ എന്തായാലും അത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എവിടെയെങ്കിലും പോകുന്നെങ്കിൽ നമുക്ക് ബാക്ക് സ്ട്രാപ്സ് ഒന്നും ഇല്ലാത്ത, അതായത് ഈ ഷൂ പോലെ ഒന്നും അല്ലാത്ത അങ്ങനെ ഒരു മോഡൽ കൂടെ നോക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പർട്ടിക്കുലർ മോഡൽ എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷെ എനിക്ക് അതിൻ്റെ പേരറിയില്ല. എന്ത് ടൈപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു മോഡൽ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സൂപ്പർ കംഫർട്ടബിൾ ഫുഡ്വെയർ, എവറി ഡേ ഫുഡ്വെയർ എന്നൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു മോഡൽ വന്നായിരുന്നു. അപ്പോൾ അത് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പേര് ടീ സ്ട്രാപ്സ് എന്നാണെന്ന്. അപ്പോൾ ഈ ടീ സ്ട്രാപ്സ് പണ്ട് ഞാൻ ഒത്തിരി പേര് ഇടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ ഒരു മോഡൽ. ഇതെന്താ, ഞാൻ വിചാരിക്കുമോ ഇതൊക്കെ എങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ പിന്നെ ഓരോരുത്തർ ഇടുന്നത് കണ്ട് ആ ഒരു മോഡൽ എനിക്ക് ഇഷ്ടമാവാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ചിലപ്പം കംഫർട്ടബിൾ ആയിരിക്കും എല്ലാവരും നോക്കുന്നതെന്ന് വിചാരിച്ചായിരിക്കും എല്ലാവരും ആ ഒരു പർട്ടിക്കുലർ ഫുഡ്വെയർ ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനും ഒരെണ്ണം മേടിച്ച് നോക്കാം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എന്നിട്ട് ഞാൻ മിന്ത്രയിൽ കുറേ സെർച്ച് ചെയ്തു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഒരു മോഡൽ ഞാൻ ചൂസ് ചെയ്തു. പിന്നെ ഞാൻ കാർട്ടിലേക്ക് പോയി നോക്കിയിട്ട് ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് ഏത് മേടിക്കണം, ടീ സ്ട്രാപ്പ് മേടിക്കണോ അതോ മറ്റേ ഓപ്പൺ ഷൂ ടൈപ്പ് മോഡൽ മേടിക്കണോ എന്നൊരു ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വിചാരിച്ചു രണ്ടും നോക്കിയപ്പോഴേക്കും 1000 ബിലോ ആയിരുന്നു.
ഞാൻ വിചാരിച്ചു എന്തായാലും മേടിച്ച് വയ്ക്കാം രണ്ടും. കാരണം പെട്ടെന്ന് കേടാവില്ല. നമുക്ക് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ, അത്യാവശ്യത്തിന് പോകുന്നെങ്കിൽ ടീ സ്ട്രാപ്സ് യൂസ് ചെയ്യുകയും ചെയ്യാം. മറ്റേത് കുറച്ച് ഫങ്ഷൻസ് ടൈപ്പായിട്ട് നമുക്ക് ഇട്ടോണ്ട് പോവുകയും ചെയ്യാമെന്ന് വിചാരിച്ച് രണ്ടും ഓർഡർ ചെയ്തു. സോ ഇതാണ് ആ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ടീ സ്ട്രാപ്സ്. ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ടീ സ്ട്രാപ്സ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സൂപ്പർ കംഫർട്ടബിളാണ്. ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു ഫുഡ് ബെഡ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുഷൻ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് അത് ഇടുമ്പോൾ തന്നെ നമുക്ക് കാലുവേദനയോ കാര്യങ്ങളോ അതൊന്നും വരാൻ പോകുന്നില്ല. ഏത് ടൈപ്പ് ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരായാലും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇത് ഞാൻ മേടിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരു നെക്സ്റ്റ് ടൈം ചെരുപ്പ് വാങ്ങുമ്പോഴത്തേക്കും ഇത് തന്നെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ ഒരു ചെരുപ്പ് മേടിച്ചപ്പം. മാത്രമല്ല നിങ്ങൾക്ക് ഓഫീസ് ഗോയിങ് വിമൻ ആണെങ്കിലും ശരി, കോളേജ് ഗോയിങ് ഗേൾസ് ആണെങ്കിലും ശരി, ആരായാലും ശരി, ഏത് പ്രൊഫഷനുള്ള ആളായാലും ശരി, നിങ്ങൾക്കിത് നല്ല രീതിയിൽ പെയർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ എറ്റേറോ ആയിട്ട്. അങ്ങനത്തെ പ്രിൻ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത്, കുറച്ച് ഫ്ലോറൽ ഇതൊക്കെ ആയിട്ട്. അപ്പം അത് അടിപൊളിയാണ്. സോ ഈ ഒരു ചെരുപ്പ് വന്നിട്ട് ഇതിൽ ബാക്ക് സ്ട്രാപ്സ് വരുന്നില്ല. ബാക്ക് സ്ട്രാപ്സ് വരുന്ന മോഡലുണ്ട്. ബട്ട് അത് നിങ്ങളുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ബാക്ക് സ്ട്രാപ്സ് ഇല്ലാത്തതാണ് വേണ്ടത്. കാരണം നമ്മൾ എവിടെയെങ്കിലും ധൃതിയിൽ പോവുകയാണെങ്കിൽ പിന്നെ ആ സ്ട്രാപ്പ് വലിച്ചിട്ട് ചിലപ്പോൾ അത് കയറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് എവിടെ പോയാലും ഈസി ടു യൂസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇട്ടാൽ സ്ലിപ്പാവില്ല. ചില ചെരുപ്പൊക്കെ ഇട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ കാലിങ്ങനെ മടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നില്ല. കാരണം സ്മൂത്തായിട്ട് നമുക്ക് യൂസൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതില്ല. എല്ലാം കൊണ്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര യൂസ്ഫുള്ളാണ്, ഭയങ്കര കംഫർട്ടബിളാണ്, ഭയങ്കര സോഫ്റ്റാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. രണ്ടാമത് മേടിച്ചത് ഡ്രസ്ബറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഓപ്പൺ ഷൂ ടൈപ്പ് മോഡലാണ്. അപ്പോൾ അതിന് എക്സാക്ട്ലി അതിൻ്റെ പേര് പറയുന്നത് ബെല്ലറിനാസ് എന്നാണ്. സോ ഞാൻ മേടിച്ചത് ഒരു പീച്ച് ടോണിൽ വരുന്ന ആ ഒരു ബെല്ലറിനാസ് ആണ്. സൈഡിൽ ബക്കിളൊക്കെ ആയിട്ട് വരുന്നത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. പക്ഷേ ഈ ഒരു ചെരുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു ഡ്രസ്സ് ഇട്ടാലും ഇത് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ക്ലാസിക് ആൻഡ് പ്രൊഫഷണൽ ലുക്ക് ഫീൽ ചെയ്യും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കാലിനൊരു ലോക്കൽ ഫീൽ തോന്നിക്കില്ല, കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഫീല് തോന്നും. ഇങ്ങനത്തെ മോഡൽസൊക്കെ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ ന്യൂഡ് ഷെയ്ഡ്സും കൂടെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു ലുക്കായിരിക്കും കിട്ടുന്നത്. സോ ഇതിൻ്റെയും സോള് വന്നിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കുഷൻ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സോളിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ചിലത് ആ ഒരു ഫുഡ് ബെഡ് വന്നിട്ട് ഇച്ചിരി ഹാർഡൊക്കെ ആയിരിക്കും. സോ അതൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ സോളിനും പിന്നെ അത് നടുവിനും ഒക്കെ പ്രശ്നം വരാറുണ്ട്. പക്ഷെ സോഫ്റ്റ് ആയിരിക്കുമ്പോഴത്തേക്കും യാതൊരു പ്രശ്നവും തന്നെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം നിങ്ങളുടെ സോള് എത്രമാത്രം സോഫ്റ്റാണ്, അത്രത്തോളം നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ചിലവർക്ക് ഈ ഓപ്പൺ ഷൂ ടൈപ്പ് മോഡൽ ഇടുന്നതിനോടൊരു യോജിപ്പ് കാണില്ല. കാരണം അവർ കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കംഫർട്ടബിൾ ആണ്. സോ ഓപ്പൺ ഷൂ മോഡൽ ടൈപ്പ് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളത് മേടിക്കുമ്പം ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സോളുണ്ടല്ലോ, സോള് നിങ്ങളുടെ ഫുഡ് ബെഡുമായിട്ട് സ്റ്റിച്ച്ഡ് ആണോ എന്ന് നോക്കുക. സ്റ്റിച്ച്ഡ് അല്ലാത്ത മോഡൽ മാക്സിമം മേടിക്കാതിരിക്കുക. കാരണം അങ്ങനെ മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും ഈ സോൾ അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പിന്നെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ മാക്സിമം സോള് ഫുഡ് ബെഡുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫുഡ് വെയർ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ആ സ്റ്റിച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ മേടിക്കുക. പണ്ടൊക്കെ ചെരുപ്പ് മേടിക്കുന്ന സമയത്ത് അന്ന് ഈ ഓൺലൈനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ പോവുക, ഡയറക്റ്റ് മേടിക്കുക എന്നുള്ളതായിരുന്നു. സോ അന്നൊക്കെ നമ്മൾ കടയിൽ പോകുമ്പോഴത്തേക്കും ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കുള്ളതും ലുക്കില്ലാത്തതൊന്നും എടുക്കില്ല. കാരണം കളർഫുള്ളായിട്ടുള്ള അങ്ങനത്തെ മോഡൽസൊക്കെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. പക്ഷെ അന്ന് ഈ കംഫർട്ടബിൾ എന്ന് പറഞ്ഞൊരു ഫാക്ടറൊന്നും നമ്മളെ മനസ്സിൽ കൂടെ പോകാറില്ല. എൻ്റെ ചെരുപ്പ് എത്ര സ്റ്റൈലിഷ് ആണെന്ന് നോക്കണം, ആ ഒരു മെൻറ്റാലിറ്റി തന്നെ ആയിരിക്കും. ഈ
വീഡിയോ കാണുന്ന പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെയാണ് അത് ഇട്ട് വരുമ്പോഴത്തേക്കും ഓരോ പണി കിട്ടും. ചിലപ്പം നടുവിനായിരിക്കും പ്രശ്നം വരുന്നത്, ചിലപ്പോൾ സോളിനായിരിക്കും പ്രശ്നം വരുന്നത്, പിന്നെ കാല് ചിലപ്പോൾ മടങ്ങിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഓരോ വർഷം കഴിയുന്തോറും ഇങ്ങനെ മനസ്സിലാവുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ഇടുമ്പോൾ നമ്മൾ എത്രമാത്രം കംഫർട്ടബിൾ ആകുന്നു എന്നുള്ളതാണ്. സോ അതിനുശേഷം നമ്മൾ ചെരുപ്പൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നോക്കിയേ ചൂസ് ചെയ്യാറുള്ളൂ. സോ ഈ 2 ഫുഡ് വെയറിൻ്റെ ലിങ്ക്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, സോ ദാറ്റ് യു ഗൈസ് ക്യാൻ ഈസിലി ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഇറ്റ്, കമൻറ്റ് ഇറ്റ് ആൻഡ് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല, നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ഇനിയൊരു വീഡിയോയിൽ കൂടെ കാണുന്നവരെ ടാറ്റാ ആൻഡ് ബൈ.